ഹായ് എവരിവൺ. നമ്മൾ ഇതിനു മുമ്പുള്ള പാർട്ടിൽ 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു നോക്കിയത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു ആ പാർട്ടിൽ, ഇതിനു മുമ്പുള്ള പാർട്ടിൽ നോക്കിയത്. ഇതിൽ നമ്മൾക്ക് വിച്ച് ഡേറ്റ്സ്, ഏത് ഡേറ്റുകൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. By what criteria do we choose a set of dates? എന്ത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ്, എന്ത് ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സെലക്ട് ചെയ്യുക? The dates we select, the dates around which we compose our story of the past are not important on their own. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റുകൾ, അല്ലെങ്കിൽ ആ ഡേറ്റുകളിൻ്റെ മുമ്പോ പിമ്പോ ഉള്ള സ്റ്റോറി, അതായിരിക്കാം ഇമ്പോർട്ടൻ്റ്. പക്ഷേ ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആർ നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൺ ദെയർ ഓൺ. ആ ഡേറ്റുകൾ വെറും ഒരു ഡേറ്റ് ആയതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. They become vital എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വി ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഈവൻറ്റ്സ് ആസ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ഈവൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നടന്ന, ആ സമയത്ത് നടന്ന കുറച്ച് ഈവൻറ്റ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഈവൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ആ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയത്. ഇഫ് ആർ ഫോക്കസ് ഓഫ് സ്റ്റഡി ചേഞ്ചസ്, നമ്മൾ ആ ഇവൻറ്റ്സ് എന്താണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇവൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് മാറിക്കഴിയുമ്പോൾ, ഇഫ് വി ബിഗിൻ ടു ലുക്ക് അറ്റ് ന്യൂ ഇഷ്യൂസ്, നമ്മൾ വേറെ ഇഷ്യൂസിൽ നമ്മൾ നോക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എ ന്യൂ സെറ്റ് ഓഫ് ഡേറ്റ്സ് വിൽ അപ്പിയർ സിഗ്നിഫിക്കൻറ്റ്. ആ ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഡേറ്റ് അല്ല, ആ സമയത്ത് നടന്ന വലിയ ഈവൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൺസിഡർ ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇൻ ദ ഹിസ്റ്ററീസ് റിട്ടൺ ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയ ഹിസ്റ്ററികളിൽ ദ റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ വാസ് ഇമ്പോർട്ടൻറ്റ്. ദ റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ വാസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ഗവർണർ ജനറലും, ആ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇന്ത്യയിലുള്ള ഓരോ ഗവർണർ ജനറലും അവരുടെ റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദീസ് ഹിസ്റ്ററീസ് ബിഗാൻ വിത്ത് ദ റൂൾ ഓഫ് ഫസ്റ്റ് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ. അപ്പോൾ തൊട്ടാണ് ആ ഹിസ്റ്ററികൾ അവരുടെ തുടങ്ങുന്നത്. ആൻഡ് എൻഡഡ് വിത്ത് ലാസ്റ്റ് വൈസ്രോയ്, അവസാനത്തെ വൈസ്രോയ് ആയ ലോർഡ് മൗണ്ട് ബാറ്റൻ. ആ വാരൻ ഹേസ്റ്റിങ്സിൽ തുടങ്ങി ലോർഡ് മൗണ്ട് ബാറ്റൻ വരെയുള്ള, അതായിരുന്നു അവരുടെ ആ ഹിസ്റ്ററി, അവരെഴുതി വച്ചിരിക്കുന്ന, റെക്കോർഡ് ചെയ്തിരിക്കുന്ന അവരുടെ ഹിസ്റ്ററി. ഇൻ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് വി റീഡ് അബൌട്ട് ദ ഡീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്ത, മറ്റുള്ള വൈസ്രോയികളും ഗവർണർ ജനറൽമാരും ഒക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഫിഗർ 3, വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഒരു ചിത്രമാണിത്. became the first Governor General of India in 1773. 1773 ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നു. While history books narrated the deeds of Governor Generals, biographies glorified them as persons and paintings projected them as powerful figures. ഈ ഹിസ്റ്ററി ബുക്സിൽ എന്താണ് കാണിച്ചിരുന്നത് പറഞ്ഞാൽ, എഴുതിയിരുന്നതെന്ന് പറഞ്ഞാൽ, നറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ദ ഡീഡ്സ് ഓഫ് ഗവർണർ ജനറൽസ്. ഗവർണർ ജനറൽ ആയിട്ട് അയാൾ എന്തൊക്കെ ചെയ്തു, അയാളുടെ ഭരണകാലത്ത് എന്തൊക്കെ ചെയ്തു. ബയോഗ്രഫീസ് ഗ്ലോറിഫൈഡ് ദെം ആസ് പേഴ്സൺസ്. അവരുടെ ബയോഗ്രഫി, ജീവിതകഥ, അവർ ചെയ്ത അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് പെയിൻറ്റിങ്സ്, അവരെക്കുറിച്ചുള്ള പെയിൻറ്റിങ്സ് എന്താ പറയുന്നത്, പ്രൊജക്റ്റഡ് ദം ആസ് പവർഫുൾ ഫിഗേഴ്സ്. വളരെ പവർഫുള്ളായിട്ടുള്ള
ആൾക്കാരായിട്ട്, വളരെ പവർഫുള്ളായ റൂളേഴ്സായിട്ടാണ് അവരുടെ പെയിൻറ്റിങ്സ് അവരെ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഗവർണർ ജനറലും ലാസ്റ്റ് വൈസ്രോയും അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ മറ്റുള്ള ഗവർണർ ജനറലും വൈസ്രോയിമാരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കാമെന്ന് നോക്കി. അപ്പോൾ അതിൽ ആരുടെയൊക്കെയാണ് നമ്മൾ പഠിക്കുക? ഹേസ്റ്റിങ്സിനെ പഠിക്കാം, വെലസ്കി, ബെൻറ്റിങ്ക്, ഡൽഹൌസി, കാനിങ്, ലോറൻസ്, ലിറ്റൺ, റിപ്പൺ, കേഴ്സൺ, ഹാർഡിങ്, എർവിൻ ഇവരെല്ലാവരെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ. ഇറ്റ് വാസ് seemingly never ending succession of ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ്. ഇപ്പം നെവർ എൻഡിങ്, അവർ വിചാരിച്ചു ഈ ഗവർണറും അതുപോലെ തന്നെ വൈസ്രോയി അവരുടെ പദങ്ങളും ഒരു റൂളെല്ലാം ഒരുപാട് കാലം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു നെവർ എൻഡിങ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരാൾ മാറി വേറൊരാൾ വന്ന് അങ്ങനെ ഒരു സക്സഷൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. All the dates in these history books were linked to these personalities. അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റുകളെല്ലാം, അവരുടെ ആ ഹിസ്റ്ററി ബുക്സിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റുകളെല്ലാം were all linked to these personalities. ഇങ്ങനെയുള്ള ഈ ഈ വൈസ്രോയിമാരും അല്ലെങ്കിൽ ഗവർണർ ജനറലും ആയിട്ടുള്ള ഇവരെ കുറിച്ചിട്ടുള്ളതാണ് ആ ഹിസ്റ്ററി ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റുകളെല്ലാം. ടു ദെയർ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റികളെക്കുറിച്ച്, അവരുടെ പോളിസികളെക്കുറിച്ച്, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് എല്ലാം ആണ്, അതിനെക്കുറിച്ചും അതിൻ്റെ ഡേറ്റുകളുമാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും. ഇറ്റ് വാസ് ആസ് ഇഫ് ദർ വാസ് നത്തിങ് ഔട്ട്സൈഡ് ദെയർ ലൈഫ്സ് ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു നോ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് മാത്രമാണ്, അവരുടെ ആക്ടിവിറ്റീസും അവരുടെ പോളിസിയും അച്ചീവ്മെൻറ്റ്സിന് മാത്രമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും, എന്ത് തോന്നും? that nothing was important for us to know, nothing other than these. നത്തിങ് ഔട്ട്സൈഡ് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതം കഴിഞ്ഞ് ബാക്കിയുള്ളതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നും. എന്താണെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് മാത്രം അതിൽ എഴുതിയിട്ടുള്ളൂ, അവരെക്കുറിച്ചുള്ള ഡേറ്റ് മാത്രം അതിൽ എഴുതിയിട്ടുള്ളൂ. The chronology of their lives marked the different chapters of the history of British India. ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ക്രൊണോളജി, അവരുടെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്, അവരുടെ പല ചാപ്റ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോരോ റൂളർ മാറുമ്പോൾ ഓരോരോ ചാപ്റ്റർ മാറുന്നു, അങ്ങനെയുള്ളൂ, അത്രേ വ്യത്യാസമുള്ളൂ. ക്യാൻ വി നോട്ട് റൈറ്റ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ദിസ് പീരീഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ? ഒരു വ്യത്യാസം ഇതിൽ വ്യത്യാസമായി, ഈ എഴുതിയിരിക്കുന്നതിൽ വ്യത്യാസമായി വേറൊരു ഡിഫറെൻ്റ് വേയിൽ നമുക്ക് ഇങ്ങനെ ആ സമയത്തെ ഹിസ്റ്ററി എഴുതിക്കൂടെ? ഹൗ ഡു വി ഫോക്കസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി വിതിൻ ദ ഫോമാറ്റ് ഓഫ് ദിസ് ഹിസ്റ്ററി ഓഫ് ഗവർണർ ജനറൽസ്? ഈ ഗവർണർ ജനറൽമാരെക്കുറിച്ച് അല്ലെങ്കിൽ വൈസ്രോയിമാരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഹിസ്റ്ററി, ആ ഹിസ്റ്ററിയിൽ നമ്മൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സും ഡിഫറെൻറ്റ് ക്ലാസ്സസും പല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റീനെ കുറിച്ചും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും? നേരത്തെ ഇവർ എഴുതിയിരിക്കുന്ന അവരുടെ ഹിസ്റ്ററിയിൽ ഗവർണർ ജനറൽമാർ മാത്രമേ ഉള്ളൂ, അവരുടെ ഡേറ്റുകളും അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ പോളിസിയൊക്കെ ഉള്ളൂ. വെൻ വി റൈറ്റ് ഹിസ്റ്ററി ഓർ എ സ്റ്റോറി, വി ഡിവൈഡ് ഇറ്റ് ഇൻ ടു ചാപ്റ്റേഴ്സ്. നമ്മളൊരു ഹിസ്റ്ററി എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുമ്പോഴോ നമ്മളതിനെ ഒരു ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. വൈ ഡു വി ഡു ദിസ്? എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഈസ് ഇറ്റ് ടു ഗിവ് ഈച്ച് ചാപ്റ്റർ സം കൊഹറൻസ്? അത് ഓരോ ചാപ്റ്ററിനും ഓരോ മീനിങ്, ഓരോ കൊഹറൻസ് അത് കൊടുക്കാനാണോ? ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി കൊടുക്കാനാണോ? ഈസ് ഇറ്റ് ടു ടെൽ എ സ്റ്റോറി ഇൻ എ വേ that makes some sense and can be followed? അതോ ഒരു കഥ ഒരു നല്ലൊരു രൂപത്തിൽ പറയാനും ഒരു കഥ മറ്റൊരു കഥയായിട്ട് ലിങ്ക് ചെയ്ത് കണക്റ്റ് ചെയ്ത് വായിക്കാനും കൂടിയാണോ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ദ പ്രോസസ് വി ഫോക്കസ് only on those events that help us to give shape to the story we are telling.
നമ്മൾ പറയുന്ന ആ കഥയ്ക്ക് ആ, ആ, ഒരു ഷേപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു രൂപം കൊടുക്കാനായിട്ട് അതിന് സഹായിക്കുന്ന ഈവൻസിനെ കുറിച്ച്, അപ്പോൾ സംഭവിച്ച കുറേ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുക. In the histories that revolve around the life of British Governor Generals, the activities of Indians simply do not fit. ആ ഗവർണർ ജനറൽമാരെ കുറിച്ച്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെ കുറിച്ച് പറയുന്ന അവരുടെ ഹിസ്റ്ററി, അതിൽ നമ്മൾ ഇന്ത്യൻസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും അതിൽ ഫിറ്റാവില്ല, അതിനൊന്നും സ്യൂട്ടാവില്ല. ദേ ഹാവ് നോ സ്പേസ്. ഇന്ത്യൻസിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അതിനൊരു സ്പേസും ഇല്ല, അതിനൊരു സിഗ്നിഫിക്കൻസും ഇല്ല. വാട്ട് ദെൻ ഡു വി ഡു? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർലി വി നീഡ് അനദർ ഫോമാറ്റ് ഓഫ് ആ ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ച് വേറൊരു ഫോർമാറ്റ്, ആ ഹിസ്റ്ററിക്ക് വേറൊരു ഫോർമാറ്റ്, വേറൊരു ഘടന ആവശ്യമാണ്. This would mean that the old dates will no longer have the significance they earlier had. അപ്പോൾ അതിൽ പറയുന്ന ആ ഡേറ്റ്സിനൊക്കെ, ആ ഗവർണർ ജനറൽമാരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവരുടെ ആ ഡേറ്റ്സിനൊന്നും ഇനി വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടാവില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ വേറൊരു പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യൻ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ വേറൊരു ഈവൻറ്റിനെ കുറിച്ച്, വേറൊരു കാര്യത്തെക്കുറിച്ച് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ആ ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടുള്ള ഡേറ്റ്സ് എല്ലാം അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല അതിന്. ഓക്കെ, ന്യൂ സെറ്റ് ഓഫ് ഡേറ്റ്സ് വിൽ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു നോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിനെ കുറിച്ച് എഴുതുമ്പോൾ, അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതുമ്പോൾ, അപ്പോൾ ആ മുമ്പുള്ള ഗവർണർ ജനറൽമാരുടെ ഡേറ്റ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, കുറച്ച് പുതിയ ഡേറ്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയി വരും. ഹൗ ഡു വി പീരിയഡൈസ്? അപ്പോൾ നമ്മൾ ഓരോരോ പീരിയഡ്സ്, ഓരോരോ കാലഘട്ടം നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യും? ഹൗ ഡു വി പീരിയഡൈസ്? ഓക്കെ, സോ എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ പീരിയഡ്സ് ഉണ്ടാക്കാം? ഇപ്പോൾ 1817 ജെയിംസ് മിൽ എന്ന ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റും ആയ ജെയിംസ് മിൽ പബ്ലിഷ്ഡ് എ മാസീവ് 3 വോള്യൂം വർക്ക്, ഒരു വലിയ 3 വോള്യൂമുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അയാളുടെ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തു, എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററിയെക്കുറിച്ച്. ഇൻ ദിസ് ഹി ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു 3 periods. അതിൽ ഈ ജെയിംസ് മില്ല് ഇന്ത്യൻ ഹിസ്റ്ററിയെ 3 കാലഘട്ടങ്ങളായി, 3 പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്. ഹിന്ദു എന്ന് പറയുന്നത് ആദ്യകാലത്തെ ഹിന്ദു റൂളേഴ്സ് ഉള്ള സമയത്തെക്കുറിച്ചാണ് ഹിന്ദു എന്ന ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ പീരീഡ്. അടുത്തത് മുസ്ലിം ലീഡേഴ്സ് വന്നു, മുസ്ലിം രാജാക്കന്മാർ, റൂളേഴ്സ് വന്നു, അപ്പോൾ മുസ്ലിം. പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് വന്നു, അപ്പോൾ ആ ഒരു ഇതിനെ ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഈ ജെയിംസ് മില്ല് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന്. ദിസ് പീരിയഡൈസേഷൻ കെയിം ടു ബി വൈഡ്ലി അക്സെപ്റ്റഡ്. ആ സമയത്ത് ഒരുപാട് ഈ ഒരു ഡിവിഷൻ, ഇങ്ങനെയുള്ള 3 ഡിവിഷൻസ് അത് ഒരുപാട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ക്യാൻ യു തിങ്ക് ഓഫ് എനി പ്രോബ്ലം വിത്ത് ദിസ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി? ഇന്ത്യൻ ഹിസ്റ്ററിയെ ഇങ്ങനെ ഒരു 3 കാലഘട്ടമായിട്ട്, ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന ഒരു പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ ഡു വി ട്രൈ ആൻഡ് ഡിവൈഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരിയഡ്സ്? എന്തിനാണ് നമ്മൾ ഹിസ്റ്ററിയെ ഡിഫറെൻറ്റ് പീരിയഡ്സിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി 6ാം ക്ലാസ്സിൽ പഠിച്ചു, പിന്നെ മിഡീവൽ ഹിസ്റ്ററി 7ാം ക്ലാസ്സിൽ പഠിച്ചു, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മോഡേൺ ഹിസ്റ്ററിയാണ്. അതും ഒരു പീരിയഡാണ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനാണ്. വി ഡൂ സോ ഇൻ ആൻ അറ്റംപ്റ്റ് ടു ക്യാപ്ചർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടൈം. ഓരോ സമയത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്, ആ സമയത്തെ സ്പെഷ്യാലിറ്റി, ആ സമയത്തെ സവിശേഷത, അത് ക്യാപ്ചർ ചെയ്യാനും അത് മനസ്സിലാക്കാനും
ഇറ്റ്സ് സെൻട്രൽ ഫീച്ചേഴ്സ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്, സംഭവങ്ങൾ അത് മനസ്സിലാക്കാനും അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ പീരിയഡൈസ് ചെയ്യുന്നത്. സോ ദ ടേംസ് ത്രൂ വിച്ച് വി പീരിയഡൈസ്, ദാറ്റ് ഈസ് ഡിമാർക്കേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീരിയഡ്സ്. ഈ പീരിയഡ്സിൻ്റെ ഇടയിലുള്ള ഒരു ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കൽ അല്ലെങ്കിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക, ബിക്കം ഇമ്പോർട്ടൻറ്റ്. ഈ പീരീഡ് തമ്മിൽ ഒരു ഡിമാർക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വിഭജനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പീരിയഡ്സ് ഡിവൈഡ് ചെയ്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ റിഫ്ലക്റ്റ് അവർ ഐഡിയാസ് അബൌട്ട് ദ പാസ്റ്റ്. അപ്പോൾ അത് നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള ഐഡിയകളാണ് ഇങ്ങനെയുള്ള പീരിയഡ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഏൻഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ കാലത്ത് എന്തൊക്കെയായിരുന്നു നടന്നത്, ആരൊക്കെയായിരുന്നു ഭരിച്ചത്, എങ്ങനെയായിരുന്നു ലൈഫ് സ്റ്റൈൽ, എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മിഡീവൽ ഹിസ്റ്ററിയിൽ ആ മിഡിലായിട്ടുള്ള ഒരു 1000 വർഷത്തോളം കഴിഞ്ഞ 7ാം ക്ലാസ്സിൽ പഠിച്ച അതെല്ലാം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് തരും. ദേ ഷോ അസ് ഷോ ഹൗ വി സീ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ചേഞ്ച് ഫ്രം one period to the next. ഒരു പീരീഡിൽ നിന്ന് മറ്റു പീരീഡിലോട്ട് മാറുമ്പോൾ എന്ത് ചേഞ്ച് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ജെയിംസ് മിൽ തോട്ട് ദാറ്റ് all Asian societies were at a lower level of civilization than Europe. ജെയിംസ് മില്ല് കരുതിയത് ഏഷ്യൻ സൊസൈറ്റീസ്, ഏഷ്യയിലുള്ള നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഇതെങ്ങനെയുള്ള ശ്രീലങ്ക, എല്ലാ രാജ്യങ്ങളും ഇതെല്ലാം ഏഷ്യൻ കൺട്രീസാണ്. അപ്പോൾ അവരെല്ലാവരും ഈ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ലെവൽ ഓഫ് സിവിലൈസേഷനിലാണ്, ഒന്നും പരിഷ്കൃതരല്ല എന്നാണ് അവർ കരുതുന്നത്. അക്കോർഡിംഗ് ടു ഹിസ് ടെല്ലിംഗ് ഓഫ് ഹിസ്റ്ററി, ആ പുള്ളി പറയുന്ന, ഈ ജെയിംസ് മിൽ പറയുന്ന ഹിസ്റ്ററിയിൽ, ബിഫോർ ദ ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഹിന്ദു ആൻഡ് മുസ്ലിം ഡെസ്പോട്ട്സ് റൂൾഡ് ദ കൺട്രി. ഹിന്ദു മുസ്ലിം വിഡ്ഢികളാണ് ഈ രാജ്യത്തെ ഭരിച്ച് എന്നാണ് മില്ലിൻ്റെ ഹിസ്റ്ററി പറയുന്നത്. റിലീജിയസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു, ഒരു റിലീജിയന് മറ്റേ റിലീജിയനെ കണ്ടുകൂടുക. കാസ്റ്റ് ടാബൂസ് ഉണ്ടായിരുന്നു, ഓരോ കാസ്റ്റിനും ഓരോരോ ടാബൂസ് ഉണ്ടായിരുന്നു, ഓരോരോ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. സൂപ്പർസ്റ്റിഷ്യസ് പ്രാക്ടീസസ് ഡോമിനേറ്റഡ് ദ കൺട്രി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ജെയിംസ് മിൽ പറയുന്നത്. സോഷ്യൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് റൂൾ, മിൽ ഫെൽറ്റ്, ജെയിംസ് മില്ലിന് തോന്നി, കുഡ് സിവിലൈസ് ഇന്ത്യനെ സിവിലൈസ് ചെയ്യാൻ പറ്റും, മോഡേൺ ആക്കാൻ പറ്റുമെന്ന് ജെയിംസ് മില്ലിന് തോന്നി. ടു ഡൂ ദിസ് ഇറ്റ് വാസ് നെസസറി ടു ഇൻട്രൊഡ്യൂസ് യൂറോപ്യൻ മാനേഴ്സ്. അപ്പോൾ എങ്ങനെ പരിഷ്കൃതരാക്കാൻ വേണ്ടിയിട്ട്, അവരെല്ലാം മോഡേൺ ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇയാൾ വിചാരിച്ചു ഇറ്റ് ഈസ് നെസസറി ടു ഇൻട്രൊഡ്യൂസ് യൂറോപ്യൻ മാനേഴ്സ്, യൂറോപ്പിൻ്റെ ആൾക്കാരുടെ മാനേഴ്സും അവരുടെ ആർട്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോസ്, നിയമങ്ങളും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് തോന്നി. മിൽ in fact suggested that the British should conquer all the territories in India to ensure the enlightenment and happiness of Indian people. ഇന്ത്യയിലെ ആൾക്കാരുടെ സന്തോഷത്തിനും അവരെ പരിഷ്കൃതരാക്കാനും മോഡേൺ ആക്കാനും വേണ്ടിയിട്ട് മിൽ സജസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഈ ജെയിംസ് മില്ല് പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മൊത്തം ടെറിട്ടറിയും എല്ലാ സ്ഥലങ്ങളും പിടിച്ചടക്കണം എന്നാണ്. ഫോർ ഇന്ത്യ വാസ് നോട്ട് കേപ്പബിൾ ഓഫ് പ്രോഗ്രസ് വിതൗട്ട് ബ്രിട്ടീഷ് ഹെൽപ്പ്. ജെയിംസ് മില്ല് പറയുന്നത് ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ ഹെൽപ്പില്ലാതെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാളുടെ കാഴ്ചപ്പാട്. ഇൻ ദിസ് ഐഡിയ ഓഫ് ഹിസ്റ്ററി, ഈ ഹിസ്റ്ററീൻ്റെ ഈ ഐഡിയയിൽ ബ്രിട്ടീഷ് റൂൾ റെപ്രസെൻറ്റഡ് ഓൾ ദ ഫോഴ്സസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് സിവിലൈസേഷൻ. അപ്പോൾ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? പ്രോഗ്രസിൻ്റെയും സിവിലൈസേഷൻ്റെയും മോഡേണൈസേഷൻ്റെയും ഒക്കെ വളരെ നല്ല, അതായത് ഒരുപാട് സിവിലൈസ്ഡ് ആയതും ഒരുപാട് പ്രോഗ്രസ് ചെയ്തതായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ബ്രിട്ടീഷേഴ്സിനെ കാണിച്ചിരിക്കുന്നത് അവരുടെ ഹിസ്റ്ററിയിൽ. ദ പീരിയഡ് ബിഫോർ ബ്രിട്ടീഷ് റൂൾ വാസ് വൺ ഓഫ് ഡാർക്ക്നെസ്. ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള റൂളിനെ
അന്ധകാരത്തിൻ്റെ റൂളായിട്ടാണ് അല്ലെങ്കിൽ വിഡ്ഢികളുടെ റൂളായിട്ടാണ് അവരുടെ ഹിസ്റ്ററിയിൽ കാണിച്ചിരിക്കുന്നത്. ക്യാൻ സച്ച് എ കൺസെപ്ഷൻ ബി അക്സെപ്റ്റഡ് ടുഡേ? അങ്ങനെയൊരു കൺസെപ്ഷൻ നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇൻ എനി കേസ് വി ക്യാൻ റെഫർ ടു എനി പീരീഡ് ഓഫ് ഹിസ്റ്ററി ആസ് ഹിന്ദു ഓർ മുസ്ലിം. നമുക്ക് ഒരു ഹിസ്റ്ററിയെ ഹിന്ദുവിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിഡ് നോട്ട് എ വെറൈറ്റി ഓഫ് ഫെയ്ത്ത് എക്സിസ്റ്റ് സൈമൾട്ടേനിയസ്ലി ഇൻ ദീസ് പീരീഡ്? ആ ഹിന്ദു എന്ന് പറയുന്ന ആ പീരീഡിലും അതിന് കൂടെ തന്നെ ഹിന്ദുവിൻ്റെ ഫെയ്ത്തും ക്രിസ്ത്യൻസിൻ്റെ ഫെയ്ത്തും മറ്റുള്ള റിലീജിയൻസിൻ്റെ ഫെയ്ത്തും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് അതിന് ഹിന്ദു എന്ന് മാത്രം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന അതിൽ അപ്പോഴും ഹിന്ദുവിൻ്റെ ഫെയ്ത്തും മറ്റുള്ള ഫെയ്ത്തുകളെല്ലാം ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന് ഡിവൈഡ് ചെയ്യാം, പീരിയഡൈസ് ചെയ്യാം? വൈ ഷുഡ് വി characterize an age only through the religion of the rulers of the time? ആ സമയത്ത് റൂളേഴ്സിൻ്റെ റിലീജിയനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന് നമുക്ക് ഈ ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്യാം? ടു ഡു സോ ഈസ് ടു സജസ്റ്റ് ദാറ്റ് ദ ലൈഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അതേഴ്സ് ഡു നോട്ട് റിയലി മാറ്റർ. മറ്റുള്ളവരുടെ ജീവിതവും മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസും ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിലിവിടെ റൂളേഴ്സ് ആരായിരുന്നു, അവരുടെ റിലീജിയൻ എന്തായിരുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇങ്ങനെയുള്ള ഡിവിഷൻ കാണിക്കുന്നത്. We should also remember that even rulers in the ancient India did not all share the same faith. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിലുള്ള ഉണ്ടായിരുന്ന റൂളേഴ്സ് പോലും സെയിം ഫെയ്ത്ത് അല്ലെങ്കിൽ സെയിം വിശ്വാസം ആയിരുന്നില്ല ആ സമയത്ത്. ഹിന്ദു റൂളേഴ്സും ഉണ്ടായിരുന്നു, മുസ്ലിം റൂളേഴ്സും ഉണ്ടായിരുന്നു, മറ്റുള്ള റൂളേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ശരിയാവുമെന്ന് തോന്നുന്നില്ല. മൂവിങ് അവേ ഫ്രം ദ ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് നമ്മൾ മാറി നോക്കുമ്പോൾ ഹിസ്റ്റോറിയൻസ് ഹാവ് യൂഷ്വലി ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു ഏൻഷ്യൻറ്റ്, മിഡിവൽ ആൻഡ് മോഡേൺ. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ഈ ബ്രിട്ടീഷുകാരുടെ ക്ലാസിഫിക്കേഷൻ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹിസ്റ്റോറിയൻസ് ഇന്ത്യയുടെ ഹിസ്റ്ററിയെ ഏൻഷ്യൻറ്റും മിഡീവൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ദിസ് ഡിവിഷൻ ഹാസ് ഇറ്റ്സ് പ്രോബ്ലം. അപ്പോൾ അതിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഈസ് എ പീരിയഡൈസേഷൻ ദാറ്റ് ഈസ് ബോറോഡ് ഫ്രം ദ വെസ്റ്റ്, where the modern period was associated with the growth of all forces of modernity: science, reason, democracy, liberty and equality. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കടമെടുത്തതാണ്. അതിൽ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് വാസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രോത്ത് ഓഫ് ഓൾ ഫോഴ്സസ് ഓഫ് മോഡേണിറ്റി. അപ്പോൾ പല തരത്തിൽ പല ഏരിയാസിൽ ഗ്രോത്ത് ആ സമയത്ത് കണ്ടിരുന്നു. അതിനെയാണ് ഈ മോഡേൺ പീരിയഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സയൻസിൽ, റീസണിങ്ങിൽ, ഡെമോക്രസി, ലിബർട്ടി, ഈക്വാലിറ്റി എല്ലാത്തിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. മിഡീവൽ വാസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ സൊസൈറ്റി വെയർ ദീസ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ സൊസൈറ്റി ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെയുള്ള ഈ സയൻസും റീസണിങ്ങും അതുപോലെ തന്നെ ഡെമോക്രസിയും ലിബർട്ടിയും ഇക്വാലിറ്റിയും ഒന്നും ഇല്ലാത്ത സൊസൈറ്റിയാണ്, അങ്ങനെയുള്ള കാലഘട്ടത്തെയാണ് മിഡീവൽ എന്ന് പറയുന്നത്. ക്യാൻ വി അൺക്രിറ്റിക്കലി അക്സെപ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോഡേൺ പീരീഡ് ടു ഡിസ്ക്രൈബ് ദ പീരീഡ് ഓഫ് അവർ സ്റ്റഡി? നമ്മളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീരീഡിനെ, ബ്രിട്ടീഷ് പീരീഡിനെ അതൊരു മോഡേൺ പീരീഡായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ആസ് യു വിൽ സീ ഇൻ ദിസ് ബുക്ക്, ഈ ബുക്കിൽ നമ്മൾ പഠിക്കും, ഈ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കും, അണ്ടർ ബ്രിട്ടീഷ് റൂൾ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ഇക്വാലിറ്റി. ആ സമയത്ത് ആൾക്കാർക്ക് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല, സമത്വം ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നില്ല, ലിബർട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് മോഡേൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ആ ടൈം പീരീഡിനെ എങ്ങനെ മോഡേൺ എന്ന് പറയും? അപ്പോൾ ഏൻഷ്യൻറ്റ്, പിന്നെ മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിലും ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്, അതിലും കുറേ പ്രോബ്ലംസ്, പരിമിതികളുണ്ട്. മെനി ഹിസ്റ്റോറിയൻസ് ദെയർഫോർ റെഫർ ടു ദിസ് പീരീഡ് ആസ് കൊളോണിയൽ. അതുകൊണ്ടാണ്
ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഈ പീരീഡിനെ കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്, കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അവരുടെ കോളനിയാക്കി അവരുടെ കീഴിലാക്കി അവരെ ഭരിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് പറയുന്നത് കൊളോണിയൽ എന്ന്. അപ്പോൾ വാട്ട് ഈസ് കൊളോണിയൽ, ഇത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.